മലപ്പുറത്തിന്റെ മതസൗഹാർദ്ദം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ആ ചരിത്രത്തിന് നമ്മുടെ ഒതുക്കുങ്ങലിലെ മറ്റത്തൂരിനുമുണ്ട് ഒരു കഥ പറയാം. ഞാനിപ്പോൾ ഉള്ളത് മറ്റത്തൂർ കുന്നത്ത് ശ്രീദേവർ ക്ഷേത്രത്തിലാണ്. വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആറാട്ടുവേലയ്ക്ക് മുമ്പായി ക്ഷേത്ര ഭാരവാഹികള് നമ്മുടെ തോട്ടക്കോട് തറവാട്ടിലെത്തും. തങ്ങൾ ഉപ്പാപ്പയെ കാണും, കാണിക്കകൾ സമർപ്പിക്കും, പ്രാർത്ഥന നടത്തും, അനുഗ്രഹം സ്വീകരിച്ചു മടങ്ങും. ഇത് തോട്ടക്കോട്ട് തറവാട്ടിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കാഴ്ചയാണ്. മതസൗഹാർദ്ദത്തിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഉത്സവം എന്നാ പറയാം. അന്നത്തെ കാലങ്ങൾ ആയതിനും പറ്റുള്ള കാലത്തും ഇവിടുത്തെ ഇതിൻ്റെ ഉത്സവവും കാര്യങ്ങളും നമ്മളെ പൂർവികർ കൊണ്ടാടിയത് ഇവിടുത്തെ മറ്റുള്ള മുസ്ലിം ഇതര സമുദായത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഉത്സവം ഉണ്ടെങ്കിലും അവരിത് ഞങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ അവരിത് നടത്തിപ്പിക്കാൻ മുൻകൈയിലിരിക്കുന്ന ടീമാണ് നമ്മളെ ചുറ്റുപാടുള്ള ആളുകളെ. ഈ തോട്ടക്കോട് തറവാട് പോയിട്ട് നമ്മളവരെ ദക്ഷിണ വാങ്ങി അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി അടുത്ത വാപ്പുൻ്റെ അനുഗ്രഹം വാങ്ങി അവിടുന്ന് നമ്മളൊരു പണം നമ്മൾക്കവിടെ തരും. ആ പണം ആണ് നമ്മൾ ആദ്യത്തെ പണം. ആ പണം വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ മറ്റുള്ള ചടങ്ങിന് നമ്മൾ ആദ്യത്തെ പൈസ തോട്ടക്കോട്ട് തറവാട് നിന്നാണ് നമുക്ക് കിട്ടല്. മറ്റത്തൂർ കുന്നത്ത് ശ്രീദേവർ ക്ഷേത്രത്തിലെ പ്രതിനിധികൾ എല്ലാ വർഷവും ഈ തറവാട്ടിൽ വന്ന് അനുഗ്രഹം വാങ്ങിക്കാറുണ്ട്. ഇപ്പോഴുടെ കാലത്ത് തന്നെ ഇവിടെ വരാറുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഏകദേശം ഒരു 100 വർഷങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ ആകുമ്പോൾ. അവിടെ പോയിട്ടാണ് നിങ്ങൾ തുടക്കിടുക. അത് ഈ ക്ഷേത്രത്തിലെ ഉത്സവം അങ്ങനെയാണ്. കാരണന്മാർ അച്ഛന്മാരായിട്ട് തുടങ്ങി വെച്ചതാണ്. അത് ഞങ്ങളിപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. വിശ്വാസം അത് ഓരോരുത്തർക്കും വിലപ്പെട്ടതാണ്. മറ്റുള്ളവരുടെ വിശ്വാസത്തെയും കാഴ്ചപ്പാടുകളെയും പരിഗണിക്കുകയും സഹിഷ്ണുതാ മനോഭാവത്തോടെ ഇടപെടുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസങ്ങളുടെ അന്തസത്ത പൂർണ്ണമാകുന്നത്. വെറുപ്പും വിദ്വേഷവും പ്രസരണം ചെയ്യപ്പെടുന്ന ഈ കാലത്ത് ഇങ്ങനെയും ചില ഇടങ്ങളും ചില മനുഷ്യരുമുണ്ട് എന്നത് നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്.